പാലാ ഇളംകുളത്ത് നിന്നും 1957 തോമസ് വെള്ളാപ്പാണിൽ മാങ്ങോടേക്ക് കുടിയേറി തൻ്റെ 19ാമത്തെ വയസ്സിൽ. അതിനു മുമ്പേ തന്നെ തൻ്റെ 5ാമത്തെ വയസ്സിൽ ലീലാമ്മ ചേച്ചി മലബാറിലേക്ക് താമസം തുടങ്ങിയിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ദൈവം ഇവരെ ഒന്നിപ്പിച്ചത്. ഇവരുടെ കുടിയേറ്റ അനുഭവങ്ങളിലേക്ക് അപ്പച്ച, എന്തായിരുന്നു ആദ്യകാല കുടിയേറ്റ അനുഭവങ്ങൾ? യാത്രയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. ഇരുട്ടി മുതൽ ഇവിടം വരെ നടക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം. ഈ കപ്പയൊക്കെ ഇട്ടാൽ പറിക്കുന്നവനും വരെ കാവലി കിടക്കണം. ആദ്യകാലങ്ങളിലെ കഷ്ടപ്പാടുകൾക്ക് നടുവിലും പ്രാർത്ഥന എത്രത്തോളം നമ്മളെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്? പ്രാർത്ഥനയായിരുന്നു കൈമുതൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. പ്രാർത്ഥന എന്ന് പറയുമ്പം ഇപ്പോഴുള്ള പ്രാർത്ഥന പോലെയല്ല. അന്ന് സകല പുണ്യവാന്മാരുടെ പ്രാർത്ഥനയിലും വണക്കമാസമുണ്ട്. മാതാവിനോട് പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന, ഔസേപിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാണ് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുന്നത്. അന്ന് പള്ളിയിൽ പോകാൻ പള്ളിയില്ലാത്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടദിവസമൊന്നും പള്ളിയിൽ പോകാൻ സാധിക്കില്ലായിരുന്നു. എല്ലാ സമയത്തും പറ്റുന്നിടത്തോളം രാവിലെയും വൈകിട്ടും പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ മുന്നേറിയത് കൊണ്ടാണ് പല അപകടങ്ങളിലും രക്ഷപ്പെട്ടത്. എൻ്റെ ഭർത്താവിൻ്റെ കാലയിലാണെങ്കിൽ മൂർഖൻ പാമ്പിൻ്റെ തല കയറിയിരുന്നിട്ടുണ്ട്. ആ തല കയറിയിരുന്ന സമയത്തും മുട്ടിപ്പായിട്ട് പ്രാർത്ഥനയായിരുന്നു. ഇവിടുത്തെ അമ്മയും ഗിബിർ സുന്നാളിനോട് പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒത്തിരി പ്രാർത്ഥന അനുഭവമുള്ള കുടുംബത്തിൽ നിന്നാണ് ഇവിടെ വന്നത്. എനിക്ക് ഈ പ്രാർത്ഥന തന്നെയായിരുന്നു സദാസമയം ഉണ്ടായിരുന്നത്. ഒരുപാട് അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഒരിക്കലാണെങ്കിൽ ഞങ്ങൾക്ക് പഴയ പെര ഉള്ളപ്പം ആ പെര മേയുന്ന പുല്ലുകൊണ്ടാണ്. ആ പുല്ലുകെട്ടയിൽ കൂടെ പാമ്പിരുന്നു. ഞങ്ങൾ കിടന്നുറങ്ങുന്നു, പൊട്ടോന്നെന്തോ താഴോട്ട് വീഴുന്നു. ഞാൻ പറയാം, കട്ടിലേലെന്തോ വീണിട്ടുണ്ടോ, കാലം എനിക്കത് എലിയാ കട്ടിക്കുമെന്ന്. അപ്പോൾ പിന്നെ നിൻ്റെ പായലാണ് വീണേക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നോക്ക് എന്ന് പറഞ്ഞ് തെളിച്ച് നോക്കുമ്പോൾ എൻ്റെ പായെന്ന് വലിയൊരു പാമ്പ് ഇറങ്ങി പോകുമ്പം ചേര അനങ്ങണ്ട, അവിടെ കിടന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു രാത്രി ചേര നടക്കുകയില്ല, പിന്നെ ഇത് പാമ്പ് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഒരു ദിവസം ഈ കാടായതുകൊണ്ട് ചെന്ന് അതൊക്കെ വെറും തൈതൽ മറയാണ്. ആ മറയിൽ പാമ്പ് ചുറ്റിയിരിക്കുക. ഇതഴിക്കാൻ ചെല്ലുമ്പോഴത്തേനും പാമ്പ് ചാടിക്കൊണ്ട് ഇങ്ങനെ വന്നു. ഏത് സമയം ഈശോ മറിയോസേപ്പെ ചെല്ലും, സദാസമയം അതെൻ്റെ കൂടെയുണ്ട്, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. ആ വിജയത്തിലൂടെയാണ് ഞങ്ങൾ ഇത്രയും കരകയറാൻ പറ്റിയത്. എൻ്റെ ഗുരുവാകുന്ന എൻ്റെ ഗുരുവേ ഞാൻ വന്ദിക്കുന്നേ. എൻ്റെ ഗുരുവാകുന്ന എൻ്റെ ഗുരുവേ ഞാൻ വന്ദിക്കുന്നേ. ആയറ്റമറ്റമരുൾ ചെയ്യും നിങ്ങൾ അരങ്ങിൽ വന്നേ. ആയറ്റമറ്റമരുൾ ചെയ്യും നിങ്ങൾ അരങ്ങിൽ വന്നേ. ആ പരിചമുട്ടുകളിക്കൊരുമ്പിടും സഭ തന്നിൽ ഈ വാളിനും പരിചയ്ക്കും വരം നൽകണമേ. ആ പരിചമുട്ടുകളിക്കൊരുമ്പിടും സഭ തന്നിൽ ഈ വാളിനും പരിചയ്ക്കും വരം നൽകണമേ. ആയിത്തായിന്തത്തരികിടത് മൃതത്തെയ്തായിന്തത്തെയ്ത പുണ്യവാനിസഹാക്കിനുണ്ടായി 2 മക്കൾ. ഒന്നാമൻ ഏസാവും രണ്ടാമൻ യാക്കോബും. തെത്തിത്തരികിടത്ത് മൃതത്തരികിടത്തെയ്തെയ്തെയ്ത അങ്ങനെ
തിത്തിത്തരികിട തിമൃതത്തരികിട തെയ്താ താതനിന്നതി പ്രീതിയെ സാവോടതുപോലെ മാതാവിനതിരറ്റ വാത്സല്യം യാക്കോബിന് തിത്തിത്തരികിട തിമൃതത്തരികിട തെയ്താ അങ്ങനെ തിത്തിത്തരികിട തിമൃതത്തരികിട തെയ്താ ആയിത്തായിന്തത്തരികിട മൃതത്തെയ്തായിന്തത്തേത കേൾപ്പിൻ ബാലകരെ കളിക്കൂട്ടര വന്നേ തിതത്തെ കേൾക്കുളിർ വെച്ച് കളിയാടുക വേണ്ടേ തിതത്തെ കേൾപ്പിൻ ബാലകരെ കളിക്കൂട്ടര വന്നേ തിതത്തെ കേൾക്കുളിർ വെച്ച് കളിയാടുക വേണ്ടേ തിതത്തെ കാടെല്ലാം തേടി ഞാനൊരു കാലൈമാനെ തിരഞ്ഞ് കാട്ടിലൂടെ പോയൊരു മാനെ കണ്ടില്ല പോ ആയിക പാട് കാടെല്ലാം തേടി ഞാനൊരു കാലൈമാനെ തിരഞ്ഞ് കാട്ടിലൂടെ പോയൊരു മാനെ കണ്ടില്ല പോ ആയിക പാട് വേടന്മാർ വല വെച്ചു വലക്കണ്ണിലകപ്പെട്ടു വലക്കണ്ണിലകപ്പെട്ടാൽ കെട്ടുമൊക്കെ ആയിക പാട് വേടന്മാർ വല വെച്ചു വലക്കണ്ണിലകപ്പെട്ടു വലക്കണ്ണിലകപ്പെട്ടാൽ ുമൊക്കെ ആയിക പാട് തതിടത്തിത്തും താത്തയെ തരികിട മൃതത്തേതായിന്തത്തേത പാരിൽ പരാപരന്റെ ആഗമനം കാത്തുപോരും യഹൂദരിൽ നിജാതനായി മണ്ണിൻ ഉടയവനെ മൻപിതാവേ അന്നു നിന്നെ അറിഞ്ഞതില്ല നീലദേശം തതിടതിത്തും താത്തയെ തരികിട മൃതത്തേതായിന്തത്തേത പൊന്നിൻ കൂരിശിൻ വിളക്കേട് ഇൻകിടുന്ന മൃത നായാട്ടു കാരവർ കണ്ടതിം നിൻകുടുന്ന മൃത പൊന്നിൻ കൂരിശിൻ വിളക്കേട് ഇൻകിടുന്ന മൃത നായാട്ടു കാരവർ കണ്ടതിം നിൻകിടുന്ന മൃത തതിടതിത്തും താത്തയെ തരികിട മൃതത്തേതായിന്തത്തേത ഓമദേശം വാണരുളും ധീരനായ യോദ്ധാവേ വാഴ്ത്തിടുന്നു നിന്നെ ഞാൻ ഗീവർഗീസേ തിന്തകം എന്നുമെന്നും തന്നെ കാഴ്ചയ്ക്കായി കൽപ്പിച്ചു ക്രൂരനായ സർപ്പത്തിന്റെ കൽപ്പന പാലിച്ചൊരു രാജാവ് തന്നുടെ മകളെ തന്നെ സർപ്പത്തിനായി കാഴ്ചയേകി കണ്ണീരൊഴുക്കിയ രാജാവിൻ പുത്രിയെ ദൈവത്തെ വിളിച്ചു ഞങ്ങൾ യാത്ര തിരിച്ചു തതിടത്തിത്തും താത്തയെ തരികിട മൃതത്തേതായിന്തത്തേത കൊക്കെല്ലാം പറന്നുപോയി പുഞ്ചക്കണ്ടം തന്നിൽ നിന്ന് കൊത്തിയിട്ടും പാറത്തിയിട്ടും തിന്നുന്ന കൊക്കെ അതിലൊരു തവിട്ടുകൊക്കെ വെള്ളക്കൊക്കെ അതിലൊരു നമുക്കിപ്പോൾ പോകണ്ടേ വലിയൊരു മരത്തിന്മേൽ ചെറിയൊരു കൊമ്പിൽ വലിപ്പത്തിൽ കൂടും വെച്ചിരിക്കുന്ന കൊക്കെ അന്നേരം വരണുണ്ട് തതിടത്തിത്തും താത്തയെ തരികിട മൃതത്തേതായിന്തത്തേത കേരള ദേശത്തുണരുമീ പരിചകൾ ഞങ്ങളെ 8 പേരും ഒത്തുചേർന്നു തകതമൃത ഒച്ചയും കെട്ടിക്കാളരയിലിറങ്ങുമ്പോൾ കാണുന്ന ലോകർക്കൂരിമ്പമോടെ തതിടതിത്തും താത്തയെ തരികിട മൃതത്തേതായിന്തത്തേത മാതാവേ കനിയണമേ ഞങ്ങൾക്കും തുണ നൽകണമേ കർത്താവേ കനിയണമേ ഞങ്ങൾക്കും തുണ നൽകണമേ മാതാവേ കനിയണമേ ഞങ്ങൾക്കും തുണ നൽകണമേ കർത്താവേ കനിയണമേ ഞങ്ങൾക്കും തുണ നൽകണമേ തരികിട മൃതത്തേതായിന്തത്തേത ഗ്രീവന്മാർ വാഴുക വാഴുന്ന ഗീവർഗീസ് ഗ്രീവന്മാർ വാഴുക വാഴുന്ന ഗീവർഗീസ് വാഴുന്ന കുതിരയിലേറി നായാടി പോയൊരു നേരം വാഴുന്ന കുതിരയിലേറി നായാടി പോയൊരു നേരം ഞങ്ങളിതാ കൈതോഴുന്നു കുതിരയുടെ കാലിൽ ചുറ്റി ഞങ്ങളിതാ കൈതോഴുന്നു കുതിരയുടെ കാലിൽ ചുറ്റി തരികിട മൃതത്തേതായിന്തത്തേത താതരികിട തന്നാരെ കേരള നാട്ടിലെ ഞാൻ ചുറ്റിയ സഞ്ചാരം തതിടത്തിത്തും താത്തയെ തരികിട മൃതത്തേതായിന്തത്തേത മാങ്കോട് ഇടവകയിൽ യുവജന സംഘടന വളരെ നിർണായകമായ പ്രവർത്തനങ്ങൾ
നടത്തിക്കൊണ്ടിരിക്കുന്നു. മതബോധനവുമായി ബന്ധപ്പെട്ട് യുവജന സംഘടനയ്ക്ക് വളരെയധികം ബന്ധമുണ്ട്. 1971 റവറൻ ഫാദർ ഫ്രാൻസിസ് കള്ളുകാട്ടിലിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നു. ആ സംഘടന റവറൻ ഫാദർ ജോർജ് നെല്ലുവേലിയുടെ കാലത്ത് സംഘടന സ്ഥാപിതമായി. ആദ്യമായി തലശ്ശേരി രൂപതയിൽ തന്നെ ഒരു യുവജന സംഘടന ആരംഭിച്ചത് മാങ്കോട് ഇടവകയിലാണ്. CYL എന്ന പേരിൽ ആ സംഘടന അറിയപ്പെടുന്നു. കാത്തലിക് യൂത്ത് ലീഗ് എന്നാണ് ആ സംഘടന അറിയപ്പെടുന്നത്. തലശ്ശേരി രൂപതയിൽ ഈ സംഘടന പ്രവർത്തിക്കുമ്പോൾ ആദ്യമായി അതിനൊരു നിയമാവലിയും കെട്ടുറപ്പും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് മാങ്കോട് ഇടവകയിൽ നിന്നാണ്. പിന്നീട് തലശ്ശേരി രൂപതയിൽ തന്നെ ഈ നിയമാവലി അനുസരിച്ച് യുവജന പ്രസ്ഥാനം വളരുവാനും ഇടയാക്കി. ഇവിടെ 1971 ഇത് സ്ഥാപിതമാകുമ്പോൾ ഇതിൻ്റെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത് അന്ന് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ മാത്യു ജെ കൊച്ചുപറമ്പിലിൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തോടൊപ്പം ശ്രീ ഇസ്രായേൽ കുര്യൻ, മാത്യു കൂറ്റാരപ്പള്ളി, ജോൺ പുന്നക്കൽ, അബ്രാഹം പാറേൽ എന്ന് കുറച്ച് സേവന സന്നദ്ധരായ അന്നത്തെ ആളുകളും കൂടി ഈ സംഘടനയ്ക്ക് പ്ലാൻ ചെയ്യുകയും യുവജന സംഘടനയ്ക്ക് ആവശ്യമായുള്ളൊരു നിയമാവലി ഉണ്ടാക്കുകയും ചെയ്തു. ഈ സംഘടനയിലൂടെയാണ് മാങ്കോട് ഇടവകയിലെ മതബോധന പ്രവർത്തനങ്ങൾ വളരെയധികം ശക്തമായി പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ടുള്ളത്. സംഘടനയിൽ പ്രവർത്തിക്കുന്ന വളരെ സേവന സന്നദ്ധരായിട്ടുള്ള യുവാക്കളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ മതബോധന രംഗത്ത് അധ്യാപകരായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. നിർമ്മല ആർട്സ് എന്ന പേരിൽ ഒരു കലാ സംഘടന ഇവിടെ മാങ്കോട് രൂപപ്പെടുവാൻ ഇടയായിട്ടുള്ളത് ഈ സംഘടനയിലൂടെയാണ്. ഇടവകയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സന്നദ്ധ സേവനങ്ങൾ, ഇപ്പോൾ ഏതെങ്കിലും വെള്ളപ്പൊക്കം പോലെയുള്ള അവസരങ്ങളിൽ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുവാണെങ്കിൽ അവരെ സഹായിക്കുക, ഇല്ലെങ്കിൽ ഒരു വീട് പണിയുവാൻ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് സംഘടനാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് വീട് നിർമ്മിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മറ്റ് ചികിത്സാ സഹായങ്ങൾ ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അംഗങ്ങൾ പെട്ടെന്ന് ഇടവകയുടെ എല്ലാ ഭാഗത്തും പോയി പിരിവുകൾ ശേഖരിച്ച് സംഭാവനകൾ സ്വീകരിച്ച് ചികിത്സകൾ നടത്തുന്നു. ആശുപത്രിയിൽ എത്തിക്കേണ്ട ആവശ്യമാണെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സാധു കുടുംബങ്ങൾക്ക്, പഠിക്കേണ്ട കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇതെല്ലാം സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ വരുന്നു. അതുപോലെ തന്നെ ഇടവകയുടെ മറ്റ് ഭൗതികമായുള്ള പ്രവർത്തനങ്ങളിൽ വരുമ്പോൾ വളരെയധികം പാവപ്പെട്ട ഒരു ആയിരുന്നതുകൊണ്ട് തന്നെ 68 കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെയുള്ള റോഡുകളിൽ പാലങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന തോടുകൾ, സ്കൂള് വിട്ട് പോകുമ്പോഴും വരുമ്പോഴും കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് തോടുകൾക്ക് ആവശ്യമായിട്ടുള്ള തടിപ്പാലങ്ങൾ നിർമ്മിക്കുവാൻ ഈ സംഘടനയുടെ അംഗങ്ങൾ വളരെയധികം കാര്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മാങ്കോട് ഇടവക ഇന്ന് അറിയപ്പെടുന്ന രീതിയിൽ തലശ്ശേരി രൂപതയിൽ അറിയപ്പെടുന്ന ഒരു ഇടവകയായി വളരുവാൻ ഇവിടുത്തെ യുവജന സംഘടനയും മത അധ്യാപകരും വളരെയധികം കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ ഇവിടെ പ്രവർത്തിക്കുവാൻ സംഘടനയിലും മതാധ്യാപന രംഗത്തും പ്രവർത്തിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കഠിനാധ്വാനമാണ് ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. മാറി മാറി വരുന്ന വികാരി അച്ഛന്മാരോടൊപ്പം അവരുടെ നിർദ്ദേശങ്ങളും ഈ കാര്യത്തിലേക്ക് അവരുടെ താല്പര്യവും അവരുടെ അനുഗ്രഹങ്ങളും വളരെയധികം. 1979 മാങ്ങോട് സെൻറ്റ് മേരീസ് ദേവാലയം വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കപ്പെട്ടത്. അന്ന് ഈ വെഞ്ചരിപ്പിനോടനുബന്ധിച്ച് മാങ്ങോട് ഇടവകയുടെ പ്രവേശന കവാടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോഴിയോട് ഒരു കുരിശ് സ്ഥാപിച്ചിരുന്നു. കോഴിയോട് താമസിക്കുന്ന കൊച്ചുപറമ്പിൽ ജോസഫ് ചേട്ടൻ പള്ളിക്ക് നൽകിയ സ്ഥലത്താണ് ഈ കുരിശടി സ്ഥാപിച്ചത്. ഇത് 2009 വരെ നിലനിന്നിരുന്നു. എന്നാൽ 2009 മാർച്ച് മാസം 21 ഈ കുരിശ് എങ്ങനെയോ തകർക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും
തുടർന്ന് 2009 മെയ് മാസത്തിൽ പള്ളി വികാരിയായിരുന്ന ഫാദർ ജോർജ് ചേലമരത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അവിടെ ഒരു ചെറിയ കുരിശുപള്ളി പണിയുവാൻ പ്ലാൻ ചെയ്യുകയും ചെയ്തു. ഈ പള്ളിയുടെ പണി 2009 പ്ലാൻ ചെയ്തെങ്കിലും 2011 ആരംഭിക്കുകയുണ്ടായത്. അന്ന് പള്ളി വികാരിയായിരുന്ന ഫാദർ മാത്യു മണിമലത്തറപ്പലിൻ്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. എഡൂർ ഫൊറോന വികാരി വെരി റവറൻ ഫാദർ ആൻഡ്രൂസ് തെക്കേലിൻ്റെ മഹനീയ നേതൃത്വത്തിൽ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. തുടർന്ന് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 1-2 വർഷം നീണ്ടുപോയി. 2013 മെയ് മാസത്തിൽ ഇന്നത്തെ വികാരിയായ റവറൻ ഫാദർ ജോയ് മടത്തിമ്യാലിൽ വികാരിയായി ചാർജ് എടുക്കുകയും തുടർന്ന് അങ്ങോട്ട് അതിവേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയും 2013 ഒക്ടോബർ മാസം 26-ാം തീയതി വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ആദ്യകാല കുടിയേറ്റ കേന്ദ്രമായ പുതിയങ്ങാടിയിൽ പാമ്പുകളുടെയും കാട്ടുമൃഗങ്ങളുടെയും വിളയാട്ട കേന്ദ്രമായിരുന്നു. ഇതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി 1983 ഫാദർ സിറിയക് ചമ്മാഴം അച്ഛൻ്റെ നേതൃത്വത്തിൽ യോഗം കൂടുകയും അതിൽ നിന്ന് രക്ഷ നേടുന്നതിനായി വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ നാമധേയത്തിൽ ഒരു കുരിശുപള്ളി സ്ഥാപിക്കുന്നതിന് തീരുമാനിക്കുകയും അതോടുകൂടി നാട്ടുകാർ ഉണർന്ന് പ്രവർത്തിച്ച് അവിടെ ഒരു കുരിശുപള്ളി സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം ആ കുരിശുപള്ളി 2008 ഫാദർ ജോർജ് ചേലമരത്തിൻ്റെ കാലത്ത് പുതുക്കി നവീകരിക്കുകയും അതിനുശേഷം ഇപ്പോൾ കുറച്ചുകൂടെ വലിപ്പം കൂട്ടി 2013 ഫാദർ ജോയി മടത്തിമാലിൻ്റെ നേതൃത്വത്തിൽ ഇടവക ഒന്നടങ്കം ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വലിയൊരു കുരിശുപള്ളി അവിടെ സ്ഥാപിക്കുകയും ഇപ്പോൾ സ്ഥിരമായി ഞായറാഴ്ചയും ബുധനാഴ്ചയും കുർബാനകൾ അർപ്പിച്ചു വരികയും ചെയ്യുകയാണ്. യോർദാനാ കുളിരണി കളകളമൊഴുകി ഒഴുകി വരും യോർദാനാ യോർദാനാ യോർദാന നദീതീരത്തുള്ളൊരു രാജ്യത്ത് ഗലീലിയ എന്നൊരു രാജ്യത്ത് ശലോമി എന്നൊരു സുന്ദരി വാണിടുന്നു ആമോദമായി. യോർദാന നദീതീരത്തുള്ളൊരു രാജ്യത്ത് ഗലീലിയ എന്നൊരു രാജ്യത്ത് ഗലീലിയ രാജ്യത്തെ രാജനാം ഹെറോദേസ്യൻ കൊട്ടാരത്തിൽ വാണവൾ ഒരോദ്യ തന്നോമനയായി. ഗലീലിയ രാജ്യത്തെ രാജനാം ഹെറോദേസ്യൻ കൊട്ടാരത്തിൽ വാണവൾ ഒരോദ്യ തന്നോമനയായി. അന്നു യോർദാൻ നദി തീരത്തു നിന്നും ശ്രാപകന്റെ ശബ്ദം മുഴങ്ങി വന്നു. സോദര പത്നിയെ പാപിച്ച പാപിയാം ഹെറോദേസിനെതിരായി ശബ്ദമുയർന്നു. സ്നാപകന്റെ ശബ്ദം കേട്ടവൾ ഹെറോദിയ ഹെറോദേസിന്റെ സന്നിധിയിൽ അനുരാഗലോലയായി സ്നാപകനെതിരായി മൊഴിഞ്ഞവൾ മെല്ലെ പരിഭവിച്ചു. അന്ന് മൊഴിഞ്ഞവൾ മെല്ലെ പരിഭവിച്ചു.
ഹെറോദേസിന്റെ ജന്മദിനത്തിൽ ഹെരോദ്യപുത്രി സലോമിയാടിയ മോഹന നൃത്തത്തിൽ നല്ലൊരു സമ്മാനമായി സ്നാപകന്റെ ശിരസ് ഛേദിക്കുവാൻ ഹെരോദ്യ ചൊല്ലി. സ്നാപകന്റെ ശിരസ് ഛേദിക്കുവാൻ ഹെരോദ്യ ചൊല്ലി. രാജനാം ഹെരോദേസ് പകച്ചു നിന്നു. കുമാരി സലോമി മയങ്ങി നിന്നു. കലികൊണ്ട ഹെരോദ്യ നിർദോഷി സ്നാപകന്റെ ശിരസു ഛേദിക്കുവാൻ തർക്കം തുടങ്ങി. ധീരനം രാജാവ് സാധുവാം സ്നാപകനെ കൊല്ലുവാൻ മടിച്ചു നിന്നു. സ്നാപകനെ കൊല്ലല്ലേ, സമ്മാനം വേറെ നൽകാം, സമ്മാനം വേറെ നൽകാം എന്ന രാജൻ കേണു പറഞ്ഞു. പോരാ, ചോദിച്ച സമ്മാനം കിട്ടിയേ തീരൂ. നരബലി പീഠത്തിൽ സ്നാപകനെ അശുഭമുഹൂർത്തത്തിൽ ബലി കഴിച്ചു. അശുഭമുഹൂർത്തത്തിൽ ബലി കഴിച്ചു. ശിരസു ഛേദിച്ചൊരു സ്നാപകന്റെ കഥയെന്നും പറയുന്നു യോർദാൻ നദി. നവപ്രതിഭകൾ വിടരുന്നു, പുതിയൊരു സൂര്യൻ ഉദിച്ചുയരുന്നു. അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ തേടി വരുന്നു ഞങ്ങൾ. ഒരു കാലത്ത് മാങ്ങോടിൻ്റെ സാംസ്കാരിക രംഗങ്ങളിൽ ഉയർന്നു കേട്ടിരുന്ന ഈരടികളാണ് ഇവ. ഈ ഈരടികളെ അന്വർത്ഥമാക്കിക്കൊണ്ട് കുടകുമലകൾ അതിരിട്ട ഈ കൊച്ചി ഗ്രാമത്തിൽ ബഹുമാനപ്പെട്ട ജോയി മർത്തിമാലിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിലാണ് പ്രവർത്തനങ്ങൾ തുടർന്നു വരുന്നത്. ബഹുമാനപ്പെട്ട ട്രസ്റ്റി അംഗങ്ങളുടെയും എല്ലാ ഭക്തസംഘടനകളുടെയും സജീവമായ സാന്നിധ്യവും സഹകരണവും ഇടവകയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ദൃശ്യമാണ്. എല്ലാ ഭക്തസംഘടനകളും മതാധ്യാപകരും അച്ഛൻ്റെ ശക്തമായ നേതൃത്വത്തിൻ്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് ഇടവകയുടെ നാനോന്മുഖമായ പ്രവർത്തനങ്ങളുടെ വിജയത്തിനു വേണ്ടി അക്ഷീണം യത്നിച്ചു വരുന്നു. അതിൻ്റെ ഫലമായി തന്നെ അതിരൂപത തലത്തിൽ ഏറെ മികച്ച ഒരു സ്ഥാനത്തേക്ക് മാങ്ങോട് ഇടവക വളർന്നുകൊണ്ടിരിക്കുകയാണ്. മിഷൻ ലീഗ് ആയാലും KCYM ആയാലും മാതൃവേദി ആയാലും ക്രെഡിറ്റ് യൂണിയൻ ആയാലും തന്നെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഏറെ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. ഇന്ന് മാങ്ങോട് ഇടവക ഒരുപാട് സൗഭാഗ്യങ്ങളിലൂടെ മുന്നേറുമ്പോൾ നമ്മൾ ഓരോരുത്തരും പങ്കുവെച്ച് അനുഭവിക്കുന്ന ഈ നന്മകൾക്ക് പിന്നിൽ, ഈ സമൃദ്ധിക്ക് പിന്നിൽ അക്ഷീണം യത്നിച്ച ആദ്യകാല കുടിയേറ്റക്കാരെയും മാങ്ങോട് ഇടവകയെ ഓരോ കാലങ്ങളിലും വിശ്വാസത്തിലൂടെ നയിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരെയും എല്ലാം ഏറെ നന്ദിയോടെ ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. സാഗരമായി നിന്നോരമ്മേ നാൾ
പാതേ നിൽക്കുന്നു അമ്മേ, നിൻ പാതേ നിൽക്കുന്നു അമ്മേ. കുരിശിൻ ചുവട്ടിലെ വേദനയിൽ നീ മാനവ മാതൃത്വം ഏറ്റുവാങ്ങി. കുരിശിൻ ചുവട്ടിലെ വേദനയിൽ നീ മാനവ മാതൃത്വം ഏറ്റുവാങ്ങി. വേദനിക്കുന്ന ഹൃദയങ്ങൾക്കെന്നും ആശ്വാസം നൽകി നീ അമ്മേ, ആശ്വാസം നൽകി നീ അമ്മേ. ജീവിത വീതിയിൽ ആശ്വാസം തേടി